നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അപകടകരമായ സ്ഥിതിയിൽ നിലകൊള്ളുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ എന്നും ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ പെടാമെന്നും ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. 35 ലക്ഷം പേരെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുന്നതെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ നിഷ്പക്ഷ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കേരളം നൽകിയ സത്യവാങ്മൂലത്തിൽ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകി. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബാക്കിയുള്ള ബലപ്പെടുത്തൽ ജോലികൾ ഇനിയും വൈകിപ്പിക്കരുതെന്ന് തമിഴ്നാട് വ്യക്തമാക്കി. കേരളം ആവശ്യപ്പെടുന്ന സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ അത് കഴിഞ്ഞാണ് നടത്തേണ്ടത്. ബലപ്പെടുത്തൽ ജോലികൾക്ക് 2006 മുതൽ കേരളം തടസ്സം നിൽക്കുകയാണ്. അതിനാൽ സുരക്ഷാ വിലയിരുത്തൽ നടത്താൻ മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകണമെന്ന കേരളത്തിന്റെ അപേക്ഷ തള്ളണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന സംബന്ധിച്ച് ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയിൽ കേരളം നൽകിയ സത്യവാങ്മൂലത്തിലാണ് തമിഴ്നാട് മറുപടി ഫയൽ ചെയ്തത്. അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിവിധ നിർദ്ദേശങ്ങൾ കേരളം പാലിച്ചിട്ടില്ലെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര ജല കമ്മീഷൻ, വിദഗ്ധ സമിതി, ഉന്നതാധികാര സമിതി എന്നിവ ശുപാർശ ചെയ്ത ബലപ്പെടുത്തൽ ജോലികൾ പൂർത്തിയാക്കണം. 2021 ഡാം സുരക്ഷാ നിയമത്തിലെ 38-ാം വകുപ്പ് പ്രകാരം അണക്കെട്ടിന്റെ ഉടമസ്ഥരായ തങ്ങളാണ് സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തേണ്ടത്. നിയമം നിലവിൽ വന്ന് 5 വർഷത്തിനകം അത് ചെയ്താൽ മതിയെന്നതിൽ 2026 ഡിസംബർ 30 വരെ സമയമുണ്ട്. അണക്കെട്ട് തുടർച്ചയായി നിരീക്ഷിച്ച് സുരക്ഷിതമാണെന്ന് മേൽനോട്ട സമിതിയും ഉപസമിതിയും ഉറപ്പാക്കുന്നുണ്ട്. കാലവർഷ സമയത്ത് ഓരോ മാസവും അല്ലാത്തപ്പോൾ 2 മാസം കൂടുമ്പോഴും നിരീക്ഷിക്കുന്നുണ്ട്. ബാക്കിയുള്ള ബലപ്പെടുത്തൽ ജോലികൾ കൂടി പൂർത്തിയായിട്ടു മതി സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ. അണക്കെട്ടിന്റെ പ്രായക്കൂടുതൽ ബലക്കുറവ് ഉണ്ടാക്കില്ല. കേരളം ചൂണ്ടിക്കാട്ടുന്ന കാനഡയിലെ ഒട്ടാവ സർവകലാശാലയുടെ പഠനത്തിൽ തന്നെ പറയുന്നത് അണക്കെട്ടിന്റെ പരാജയത്തിന് പ്രായക്കൂടുതൽ കാരണമല്ലെന്നാണ് തമിഴ്നാട് പറഞ്ഞു. ഡാം ശക്തിപ്പെടുത്തൽ നടപടികൾക്ക് കേരളം തടസ്സം നിൽക്കുന്നു. സാധനങ്ങളും യന്ത്ര സാമഗ്രികളും അവിടേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകുന്നില്ല. ഡാം സുരക്ഷിതമാണ്. ആവർത്തിച്ചുള്ള കേരളത്തിന്റെ സുരക്ഷാ പരിശോധന ആവശ്യം നിലനിൽക്കില്ല. ബലപ്പെടുത്തൽ നടപടികളുമായി സഹകരിക്കാൻ കേരളത്തിന് നിർദ്ദേശം നൽകണം. അതിനുശേഷം അർത്ഥവത്തായ സുരക്ഷാ പരിശോധന നടത്താം. ഇതാണ് തമിഴ്നാട് നിലപാട്. മുല്ലപ്പെരിയാർ തകർന്ന് ഇടുക്കി ഡാമിനും കുഴപ്പമുണ്ടാകുമെന്നത് ഭാവന മാത്രമാണെന്നും തമിഴ്നാട് സമർപ്പിച്ച മറുപടിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് തന്നെ വിദഗ്ധർ ഉള്ളപ്പോൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് തമിഴ്നാട് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ, എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ പഴക്കമുള്ള 6 ഡാമുകളിൽ 1 മുല്ലപ്പെരിയാർ ആണെന്ന് കേരളം സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. 6 അണക്കെട്ടുകളിൽ 4 എണ്ണം ഡീകമ്മീഷനിംഗ് പ്രക്രിയയിലാണ്. സെപ്റ്റംബറിൽ ലിബിയയിലെ 2 അണക്കെട്ടുകൾ തകർന്നപ്പോൾ 11,000-ൽ പരം ആൾക്കാർ മരിച്ചു. ന്യൂയോർക്ക് ടൈംസിൽ സെപ്റ്റംബർ 17-ന് വന്ന റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഭീഷണി നേരിടുന്ന ഡാമുകളിലൊന്ന് മുല്ലപ്പെരിയാർ ആണ്. പഴക്കമുള്ള ഡാമുകളുടെ കാര്യത്തിലെ ആശങ്ക വ്യക്തമാക്കുന്ന വാർത്ത ബിസിനസ് സ്റ്റാൻഡേർഡിലും വന്നിരുന്നുവെന്ന് കേരളം അറിയിച്ചു. എന്നാൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്ന് തമിഴ്നാട് വാദിക്കുന്നു. കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴെ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷത്തിലേറെ പേരുടെ സുരക്ഷയിൽ ആശങ്ക വ്യക്തമാക്കിയിരുന്നു കേരളം ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ സ്വതന്ത്ര സമിതിയുടെ പരിശോധന വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് തമിഴ്നാടിന്റെ മേൽനോട്ടത്തിൽ നടത്താൻ സമിതി തീരുമാനിച്ചു. ഇതിനെതിരെ ഹർജിക്കാരനായ ജോ ജേക്കബ് സമർപ്പിച്ച ഹർജിയെ പിന്തുണച്ചാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം.